ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു കട്ടൻ വെച്ചിട്ടാണ് കേട്ടോ തുടക്കം. ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ കട്ടൻ ചായക്ക്. അങ്ങനെ നമ്മളുടെ സ്ഥിരം എടുക്കുന്ന ആ പാത്രം തന്നെ എടുത്തിട്ട് അരിപ്പയിലോട്ട് ചായയൊക്കെ പകർത്തി ഒരു ഗ്ലാസ് വേഗം കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചായയും കുടിച്ചിട്ട് ഇനിയിപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കട്ടൻ ചായ ഉണ്ടാവുള്ളൂ എനിക്ക്. നേരമില്ലാണ്ട് ഞാനൊരു ഓട്ടോ ഒരുക്കോട്ടെ. ഇനി സമയം പോയി കഴിയുമ്പോൾ അമ്മച്ചപ്പോൾ അതുപോലെ ഞാൻ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇതേ ചൂലെടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു ഹോബി. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കറിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ 2-3 മുട്ട ഇരിപ്പുണ്ട്, 2 തക്കാളിയും ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഓർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട തിളപ്പിച്ചതുള്ളൊരു കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വേഗം ചെയ്യാമെന്ന് ഓർത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഉറക്കപ്പിച്ച് ഇപ്പോൾ മാറാത്തതിൻ്റെ പേരിലാണ്ട് മുളക് പൊടി കുറച്ച് കയ്യിൽ നിന്നും പോയി. അതൊന്ന് വാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ നേരം കൊണ്ട് നമ്മളുടെ ഇപ്പുറത്ത് നമ്മുടെ ഗോതമ്പുട്ടൊക്കെ അവിടെ സെറ്റാവണം കേട്ടോ. അതൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട തിളപ്പിച്ചോളോട്ട് ഇത്തിരി ചൊറുക്കിയ കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓരോ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ കറി ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് നിന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് തിരിച്ച് മറിച്ചിടേണ്ട. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒരു 2-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട തിളപ്പിച്ചത് റെഡിയാവും. ഇനി ചോറ് കൂടി എടുത്ത് പാത്രത്തിലാക്കി കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റ്. ഇനിയിപ്പോൾ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട.